പകൽ പൂരത്തിന് ഞങ്ങളുണ്ട്. ഈ സമയത്തൊന്നും കാണാത്ത BJP സ്ഥാനാർത്ഥി രാത്രി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് പൂരം കലങ്ങിയ ഉടനെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ അജണ്ട വളരെ വ്യക്തമാണ്. ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് കരുവണ്ണൂർ ബാങ്കിലെ CPM നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ ഇല്ലാതാക്കാനും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാനും ഉള്ളൊരു നിർദ്ദേശം പ്രകാശ് ജാവേദ്കർ EP ജയരാജൻ്റെ മുന്നിൽ വെച്ചിരുന്നു. പക്ഷെ അത് ഫലവത്തായില്ല. അതുകൊണ്ടാണ് കൂടുതൽ വിശ്വസ്തനായിട്ടുള്ള അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇതിനു വേണ്ടി നിയോഗിച്ചു. കാരണം അജിത് കുമാർ അദ്ദേഹം പ്രവർത്തിക്കണമെങ്കിൽ പിണറായി അറിഞ്ഞിരിക്കും. അതാണ് ഒരു ഭരണകക്ഷി MLA ആണ് പറയുന്നത്. സുനിൽകുമാർ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഞാൻ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വരില്ല. റിപ്പോർട്ട് പുറത്തു വരാത്തതിൻ്റെ കാരണം സത്യസന്ധമായ റിപ്പോർട്ട് പുറത്തു വന്നാൽ പൂരം കലക്കിയതിൻ്റെ വ്യക്തമായിട്ടുള്ള പിക്ചർ പുറത്തു വരും. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. ഈ പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണെന്ന് ജനങ്ങൾക്കറിയണം. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക. കാരണം അതുവരെ മത്സരം UDF LDF തമ്മിലാണ്. അതാണ് ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറിച്ചത്. ആ രംഗത്ത് പോലും കാണാതിരുന്ന സ്ഥാനാർത്ഥി, അന്ന് BJPയുടെ സ്ഥാനാർത്ഥി, പൂരം നടക്കുമ്പോൾ ഞാനും സുനിൽകുമാറും സ്പോട്ടിലുണ്ട്. ഇലഞ്ഞിത്തറ മേള നടക്കുമ്പോൾ ഞങ്ങളുണ്ട്. പകൽ പൂരത്തിന് ഞങ്ങളുണ്ട്. ഈ സമയത്തൊന്നും കാണാത്ത BJP സ്ഥാനാർത്ഥി രാത്രി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് പൂരം കലങ്ങിയ ഉടനെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ അജണ്ട വളരെ വ്യക്തമാണ്.